നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ചോതി നക്ഷത്രക്കാരുടെ വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വേഴമാറ്റം വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാളും എല്ലാ ലാഭങ്ങളും പുരോഗതികളും അധികാരങ്ങളും അംഗീകാരങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഘട്ടമാണ്. 2026 6 മാസം 2 തീയതി വേഴനെന്ന് പറയുന്ന ഗ്രഹം ഉച്ചത്തിലും 10ലുമാണ് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് 2026 6 മാസം വേഴൻ ചിങ്ങത്തിൽ വരും, 11ൽ വരും. വീണ്ടും 2027 ജനുവരി മുതൽ വീണ്ടും കർക്കിടകത്തിൽ വരും. പിന്നെ 2027 6 മാസം 26 തീയതി വരെ കർക്കിടകൻ രാശി തന്നെ നിൽക്കും. അപ്പോൾ വേഴൻ നമുക്ക് 10ലും 11ലും സഞ്ചരിക്കുന്ന സമയമാണ്. 10ൽ വേഴൻ നിൽക്കുമ്പോൾ നമുക്ക് അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, അവസരങ്ങളൊക്കെ കിട്ടും. 10 എന്ന് പറയുന്നത് ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ സർവകർമാണി ആജ്ഞാലംബനയേത സർവം ചിന്തനീയം ഈ ദശമേന. ദേവാലയം വയ്ക്കാൻ യോഗമുണ്ട്, അമ്പലമൊക്കെ വയ്ക്കും. അമ്പലം വയ്ക്കണ ഒരു ചെറിയ കാര്യമല്ല, പുണ്യമുള്ളവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളവർക്കും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതേപോലെ നമുക്ക് ദേവാലയം വയ്ക്കാനും നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി, അധികാരികൾ, ഉദ്യോഗസ്ഥന്മാർ, ജനങ്ങളിൽ നിന്നുമൊക്കെ പ്രീതി, സഹായം, അനുകൂലം, വിജയമൊക്കെ കിട്ടും. മാർഗം വഴിവെട്ടിക്കാനും റോഡ് വെട്ടാനും വികസനങ്ങൾ നാട്ടിൽ നടപ്പാക്കാനും നമ്മളെ പ്രവൃത്തി കൊണ്ട് പറ്റും. ആലയം, വീട് വയ്ക്കാൻ നമുക്ക് വീടും വസ്തുവൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീടും വസ്തുവൊക്കെ വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. നാട്ടിലൊരു വീട് വെച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ വിദേശത്തൊരു വീട് വാങ്ങിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നും. അത് നടക്കും, താല്പര്യമുള്ളവർക്ക് ചെയ്യാം. സ്ഥാനം അതേപോലെ സർവകർമാണി എന്ന് വെച്ചാൽ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും നമുക്കത് നേടി ജയിക്കാൻ പറ്റും. സർക്കാരിൽ നിന്നൊക്കെ സഹായം കിട്ടും, ഉദ്യോഗസ്ഥന്മാരുടെ സഹായം കിട്ടും, സമൂഹത്തിൽ നമുക്ക് നല്ല നിലയും വിലയും അംഗീകാരങ്ങളും അവസരങ്ങളും കിട്ടും. നമുക്ക് ഒരു പുണ്യപുരുഷനായിട്ട്, മനുഷ്യദൈവമായില്ലെങ്കിലും നല്ലൊരു മനുഷ്യനാണെന്ന് പറയുന്ന തരത്തിലുള്ള അംഗീകാരങ്ങളൊക്കെ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. അതാണ് 10ൽ വേഴൻ നിൽക്കുമ്പോൾ ഗുരു ശുക്രൈ കേന്ദ്രകൈവാ സുവിധാഹസ്തത്ര ആതിരോ വാച. ഗുരുവും ശുക്രനും 1 4 7 10 ഈ രാശി കേന്ദ്രരാശി വരുമ്പോഴാണ് നമ്മൾ സുഖിയായിട്ട് ഭവിക്കണം. സുഖിക്കണം എന്ന് വെച്ചാൽ എന്തിനാണ്? എല്ലാ മനസ്സിന്, ശരീരത്തിന്, ജോലിക്ക്, പ്രവൃത്തിക്ക്, അധികാരത്തിനും എല്ലാ കാര്യത്തിനും, ബിസിനസ്സിനൊക്കെ നല്ല പുരോഗതിയുണ്ട്. തുലാരാശി കൂറുകാർ 99% ഏത് ജോലി ചെയ്താലും കച്ചവടവും കൂടെ നടത്തുന്നവരാണ്. അപ്പോൾ അവരുടെ ഏജൻസി, ബിസിനസ്, കോൺട്രാക്ട്, നേട്ടങ്ങൾ എല്ലാം നല്ല രീതിയിൽ വരും. അവരുടെ പ്രവൃത്തികളിൽ വളരെ ഉയർച്ചയും പ്രശംസനീയമായ അംഗീകാരങ്ങളും കിട്ടും. ശത്രുക്കളെ പോലെ ഇരിക്കുന്നവരും പുലിയെപ്പോലെ നിൽക്കുന്നവരും പൂച്ചയെപ്പോലെ മാറി നിൽക്കും. നമുക്ക് എവിടെ ചെന്നാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കേൾക്കാനും അത് സമൂഹത്തിനും നാട്ടിനും ഉയർച്ച കിട്ടാനുമുള്ള അവസരമായിട്ട് മാറും. അങ്ങനെ കുടുംബത്തിനും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ നല്ല ഐശ്വര്യം ഉണ്ടാക്കി തരും. കാരണം വേഴഗ്രഹം ഉച്ചസ്ഥിതനായിട്ടാണ് കർക്കിടകൻ രാശി വരുന്നത്. ശൃംഗസ്ഥിതേ തനുപദോ സദനസവീരാം ജയതാം ദുഷാം കലുഭവയിൽ പ്രധാന തേജോനാണ്. സാധാരണ നല്ല ധനം കിട്ടുമെന്നാണ്. അപ്പോൾ നല്ല ധനം എന്തെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷിച്ചതിനേക്കാളും 5 രൂപ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് 500 രൂപ കിട്ടിയാൽ നമുക്ക് നല്ലതായിട്ട് വരും. അതാണ് സാധാരണ നല്ല പൈസ കിട്ടുമെന്നാണ്. ഒരുപാട് പൈസ കിട്ടുമെന്നാണ്, ധാരാളം പൈസ കിട്ടും. അല്ലെങ്കിൽ നല്ല പണം എന്ന് പറയുമ്പോൾ നല്ല പണവും കള്ളപ്പണവും വേറെ ഉണ്ടാകുമെന്ന് ചോദിക്കണമല്ല, അങ്ങനെ നല്ല പൈസയൊക്കെ കിട്ടും. അങ്ങനെ സാധാരണ സവീരം, ഉത്സാഹം, വീരത്വമൊക്കെ കിട്ടും. ജേതാവെന്ന് വെച്ചാൽ ഏത് പരീക്ഷയ്ക്ക് മത്സരത്തിന് പോയാലും ജയിക്കും. അഭിമാനവും തേജസ്സും ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ കിട്ടും. നിങ്ങൾ ഈ ചോതി നക്ഷത്രം ഹനുമാന്റെ നാളാണ്, ദേവതയാണ്. അപ്പോൾ ഏത് കാര്യം, ഏത് മലയെടുത്ത് മറിക്കാനും ഏത് കടമ്പെടുത്ത് ചാടാനും പറ്റണവരാണ് ഹനുമാന്. ഈ വിവരം ഹനുമാൻ അറിഞ്ഞുകൂടാ. ഹനുമാനും ബാലിയും സുഗ്രീവനും വാനര സേനകളും ദൈവങ്ങളും ഒക്കെ പറഞ്ഞു ഹനുമാനെ കുത്തി ഇളക്കുമ്പോഴാണ് ഹനുമാൻ ചാടി ഇറങ്ങി ഈ മല മറിക്കാനും ആ കടമ്പ ചാടി ലങ്കയിൽ ചാടി സീതയെ രക്ഷിക്കാനും അവിടെ ചെന്ന് ശനിയെ ഉയർത്തി രക്ഷപ്പെടുത്തി കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞത്. പറ്റാത്ത കാര്യങ്ങളെല്ലാം അവർ ചെയ്ത് നേടിയവരാണ്. അതുകൊണ്ട് ചോദ നക്ഷത്രക്കാർ എന്നെക്കൊണ്ട് ഒന്നും പറ്റൂല എന്ന് വിചാരിക്കുന്നവരാണെങ്കിലും
നിങ്ങൾക്ക് ഏത് കാര്യങ്ങൾ വിചാരിച്ചാലും ജയിച്ച് നേടാൻ പറ്റും. നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളെ ബന്ധുക്കളെ കൊണ്ട്, സുഹൃത്തുക്കളെ കൊണ്ട്, തൊഴിലാളിയെ കൊണ്ട്, മുതലാളിയെ കൊണ്ടൊക്കെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മളെ രക്ഷിക്കാനും നമ്മളെ പ്രീതി കിട്ടാനും നമ്മളെ സ്നേഹം കിട്ടാനും ഒക്കെ ആളുകൾ നമ്മളോട് അനുകൂലം കാണിക്കും. ആ അനുകൂലം നമുക്കും നാട്ടിനും കുടുംബത്തിനും ഒക്കെ ഐശ്വര്യം കിട്ടുന്ന തരത്തിലായിത്തീരും. അങ്ങനെ സീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ ഹീറോ ആയിട്ടും, ഹീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ സ്റ്റാറായിട്ടും, സ്റ്റാറായിട്ടിരിക്കുന്ന ഒരാൾ സൂപ്പർ സ്റ്റാറായിട്ടും പ്രവർത്തിക്കാൻ പറ്റുന്ന സമയം. അപ്പോൾ ഇതൊക്കെ കേൾക്കാൻ സുഖമുണ്ടെന്ന് പറയും. പക്ഷേ നമുക്ക് ജോലി അധികാരമൊക്കെ കിട്ടണമെങ്കിൽ നമ്മളൊരു അമ്പല കമ്മിറ്റി പോയാലേ അവിടെ പ്രസിഡന്റും സെക്രട്ടറി ആക്കും. കമ്മിറ്റി പോയില്ല, വീട്ടിൽ കിടന്ന് തുടങ്ങിയാൽ കിട്ടൂല. നിങ്ങൾ ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ പോയാലേ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും, ജോലി കിട്ടും. ഒരു പരീക്ഷയ്ക്കും മത്സരത്തിനും പോയാലേ വിജയം കിട്ടും, മാർക്ക് കിട്ടും. ഇല്ലാതെ ജ്യോത്സ്യനും എല്ലാം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടൂലേ. പിന്നെ അത് ജ്യോതിഷം തെറ്റാണ്, അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് വരുത്തിയതിനെ നിങ്ങളെപ്പോലെ ചില ആൾക്കാർക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോണ കാര്യങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ പോകണം, ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് പ്രവർത്തിച്ചാൽ എല്ലാം നേടി നമുക്ക് ജയിക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ വേഴം 11 വരും. അപ്പോൾ ഈ വേഴം 11 6-ാം മാസം മുതൽ 10-ാം മാസം വരെ എല്ലാം ഉള്ളെന്ന് പറയുന്നത്. അടുത്ത കൊല്ലവും വേഴം നമുക്ക് 11 വരുന്നത്. അങ്ങനെയും കൂടെ ഉണ്ടൊരു ചാൻസ്. അപ്പോൾ 11-ാം വേഴം എന്ന് വെച്ചാൽ 4 ഫലമാണ്. ഒന്ന് യദ്യാരോഗ്യം, ദീർഘായുഷ്വാജായുസ്സും ആരോഗ്യവും കിട്ടും. അപ്പോൾ സ്വന്തമായിട്ട് ആശുപത്രി ഉള്ളവർക്ക് പോലും കിട്ടാത്ത 2 സാധനമുണ്ട്. ഇതാണ് ആയുസ്സും ആരോഗ്യവും. രണ്ടും നമുക്ക് കിട്ടും. ആയുസ് കിട്ടും. നമുക്ക് മരിച്ചു കളഞ്ഞാൽ കൊള്ളാനൊക്കെ തോന്നുന്ന പ്രയാസങ്ങളൊക്കെ സമൂഹത്തിൽ നിന്നുണ്ടാകും. പക്ഷെ നമ്മളത് കാര്യമൊന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഏതൊരു വ്യക്തിയും എന്ത് കഷ്ടപ്പെട്ടാണ് ഒരു വിദ്യ നേടുന്നത്, ഒരു അധികാരം നേടുന്നത്, ഒരു ഉദ്യോഗം നേടുന്നത്, ഒരു സ്ഥാനത്തെത്തുന്നത്. നമ്മൾ വളർന്നുയർന്ന് വരുന്നത് വരെ നമുക്കാരും കാണില്ല. നമ്മൾ വളർന്നുയർന്ന് കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയെങ്കിലും പാരപണിഞ്ഞ് തള്ളിയിടാൻ പറ്റുന്ന മാർഗങ്ങളും എല്ലാം ഉണ്ടാകുന്നേ സകല ആൾക്കാരും ചിന്തിക്കും. കാരണം ഇത് കലികാലമാണ്. അതുകൊണ്ട് നമ്മളെ തകർക്കാൻ വേണ്ടി പലതരത്തിലുള്ള പണികളും പ്രവർത്തിക്കും. പക്ഷെ ഈ സമയത്ത് നമുക്ക് തകർന്ന് മറഞ്ഞു പോവാതെ പിടിച്ചു നിന്ന് സകലതും നേടിയെടുക്കാൻ പറ്റുന്ന ഘട്ടമാണ്. അതുകൊണ്ട് നമുക്ക് 11 വേഴം വരുമ്പോൾ യദ്യാരോഗ്യം, ദീർഘായുസ് ആരോഗ്യം, 2 ദിഷണെ അനുകൂല പ്രായോ അനുകൂലാക സകലാശയം, എല്ലാ ദേവന്മാരുടെയും അനുകൂലം കിട്ടുന്ന സമയമാണ്. ഈ ദൈവാനുകൂല്യം എപ്പോഴും കിട്ടൂല. മാവിലെപ്പോഴും മാങ്ങ കിട്ടൂല എന്ന് പറഞ്ഞത് ഒരു സീസൺ വരുമ്പോൾ കിട്ടും. എല്ലാ മാങ്ങയും കിട്ടും. അപ്പോൾ നമുക്ക് ചക്കയും മാങ്ങയൊക്കെ സീസണിൽ കിട്ടുന്നു. അതേപോലെ ഈശ്വരാനുഗ്രഹം എപ്പോഴും കിട്ടുന്ന കാര്യമല്ല. ഇപ്പോൾ ഈശ്വരൻ തെളിഞ്ഞു നിൽക്കണം, എന്തൊരു വേണമെങ്കിലും ചോദിച്ചാൽ കിട്ടുന്ന സമയം. അപ്പോൾ ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. ഇപ്പോൾ കറണ്ടിനെ കാണിച്ചു തരാൻ പറഞ്ഞാൽ എവിടെ പോയി കാണിക്കും? അപ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാം പ്രവർത്തിക്കും. കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കും. കറണ്ട് അടിക്കുക ഇലക്ട്രിസിറ്റി ബോർഡിൽ എൻജിനിന് പറഞ്ഞാലും മരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈശ്വരൻ തെളിഞ്ഞു നിൽക്കുന്ന സമയം പഠിക്കാനും ഉദ്യോഗത്തിനും അധികാരത്തിനും സമ്പത്തിനും സന്തതിക്കും സർവ്വകാര്യത്തിനും നമുക്ക് വിജയം കിട്ടും. അതുമല്ല വേഴൻ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അസുംഗസ്ഥിതേതനുപദോ സദനസ്ഥ വീരാൻ ജയതാ ദിഷാൻ കലുഭവേൽ പ്രഥമാനതനും സമ്പത്ത് സൗഭാഗ്യവും സന്തതി എല്ലാം കിട്ടും. ശരീരസുഖം മനസ്സും കിട്ടും. കാര്യ വിജയം കിട്ടും. അങ്ങനെ നമുക്ക് വളരെ നല്ല ഐശ്വര്യത്തോടുകൂടി രക്ഷപ്പെടാനും ജീവിക്കാനും പറ്റുന്ന സമയമാണ്. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമുക്ക് കിട്ടുന്ന അവസരങ്ങളും അധികാരങ്ങളും സമ്പത്തുക്കളും സൗഭാഗ്യങ്ങളും നിലനിർത്തി പ്രവർത്തിച്ചാൽ മതി. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദീർഘായുസ് ആരോഗ്യവും ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദൈവത്തിനെ ഭജിച്ചില്ലെങ്കിലും നമ്മൾ രക്ഷപ്പെടും. പക്ഷേ ജാതകത്തിൽ ഗ്രഹപ്പഴ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ദൈവങ്ങളെ ഭജിച്ചാലും, എത്ര ആശുപത്രിയിൽ പോയാലും, ഏതൊക്കെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാലും, ഏതൊക്കെ രാജ്യത്ത് പോയാലും ദൈവാനുഗ്രഹം ഇല്ല, ഭാഗ്യമില്ലെങ്കിൽ രക്ഷപ്പെടാൻ പാടാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? രക്ഷപ്പെടണ്ടേ? അത് നമുക്ക് ആ ജാതകം പരിശോധിച്ച് നോക്കുന്നതിന് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തരണം. ജ്യോതിഷ കാര്യങ്ങൾ അറിയാൻ ഇത്രയും പണി ചെയ്യണം. പിന്നെ നമുക്ക് കാലഭൈരവ സ്വാമിയുടെ നാള് ഇടവത്തിലെ ചോതിയാണ്. ഭഗവാന് വന്ന് ചോതി നക്ഷത്രക്കാർ തൊഴുത പെട്ടെന്ന് പ്രസാദിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും ഭഗവാന്റെ ഭാഗത്തു നിന്ന് കിട്ടും. ഈശ്വരാനുകൂല്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് വന്ന് ചോദിച്ച് കാര്യങ്ങൾ നേടാൻ ശ്രമിച്ചാൽ കൊള്ളാം. നിങ്ങളൊരു തമാശ പറയണതല്ല, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഒരമ്പലത്തിൽ പോയി നമ്മളൊന്ന് ഭഗവാനെ പരീക്ഷിച്ച് നോക്ക്. നേട്ടങ്ങളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും കിട്ടും. ഈ ലോകത്ത് ഏതൊരു വലിയവൻ്റെ ബാക്കിലും
ഒരു അമ്പലമോ പള്ളിയോ ദൈവമോ ഉണ്ടായിരിക്കും. അത്രയും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അങ്ങനെ നല്ല നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാൻ കാലഭൈരവ സ്വാമിയും ഭജിക്കണം. അങ്ങനെ ഈ വേഴമാറ്റം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ ഭജിച്ച് കിട്ടേണ്ടുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി അവസരങ്ങൾ കാത്ത് പ്രയത്നങ്ങൾ ചെയ്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.